കടകംപള്ളി ദേവസ്വം മന്ത്രിയാണ്. ഈ ദേവസ്വം ബോർഡും ദേവസ്വം ക്ഷേത്രങ്ങളും എല്ലാം മന്ത്രി ഉൾപ്പെടുന്ന ശൃംഖലയിൽപ്പെട്ടതാണ്. അടൂർ പ്രകാശ് തന്ത്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ തന്ത്രിയെ കണ്ടിട്ടുണ്ടാകാം. അടൂർ പ്രകാശിന് ഏതെങ്കിലും രീതിയിൽ അവിടെ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത്, ഇല്ലെങ്കിൽ അടൂർ പ്രകാശിനെ സന്ദർശിച്ചു എന്ന കാരണത്താൽ അവിടുന്ന് ദ്വാരപാലക പാളികളോ അല്ലെങ്കിൽ കട്ടൽ പാളിയോ പൊളിക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ മന്ത്രിയും ആയിട്ടുള്ള തൻ്റെ ബന്ധവും ആ സ്വാധീനവും അതാണ് ദേവസ്വം ബോർഡിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് അടൂർ പ്രകാശ് സന്ദർശിച്ചു എന്നതും മന്ത്രി സന്ദർശിച്ചു എന്നതും അത് ഒരേ രീതിയിൽ കാണരുത്. കാരണം അടൂർ പ്രകാശിന് ഈ കാലഘട്ടത്തിൽ അവിടെ ഒരു സ്വാധീനവും ചെലുത്താനായിട്ട് കഴിയത്തില്ല. കാരണം 3 ദേവസ്വം മന്ത്രിമാർ വന്നതാണല്ലോ. കടകംപള്ളിക്ക് ശേഷം ബഹുമാന്യായ ശ്രീ രാധാകൃഷ്ണൻ, അതിനുശേഷം എന്താ പറഞ്ഞേ ഇദ്ദേഹം വി.എൻ. വാസവൻ. അപ്പോൾ ഇവരെല്ലാം ഒരു ഭരണത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവിടെ അടൂർ പ്രകാശിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം അവിടെ ചെലുത്തുവാനായിട്ട് കഴിയില്ല. അത് തന്നെയാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രി എന്ന നിലയിൽ ഇതിന്റെ ഏറ്റവും വലിയ ചുമതലക്കാരൻ, അപ്പൊ തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടത് തന്ത്രിയുടെ ചില വീഴ്ചകൾ അല്ലെ അനുജ്ഞകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിനു മുകളിൽ ഈ കാര്യങ്ങൾക്ക് ഉത്തരവ് കൊടുത്തിട്ടുള്ള ആളാണ് മന്ത്രി. അപ്പൊ മന്ത്രിയുടെ സന്ദർശനം എന്ന് പറയുന്നത് അതില് കൂടുതൽ ഗൗരവമാണ്. അതിനെ അടൂർ പ്രകാശ് സന്ദർശിച്ചു എന്ന പരിച കൊണ്ട് CPM-കാർ നേരിട്ട് കഴിഞ്ഞാൽ ആ പരിച അത് നിൽക്കത്തില്ല. കാരണം ഇവിടെ ഇതിന് ഏറ്റവും അധികം സമാധാനം പറയാൻ, ഉത്തരവാദിത്വം പറയാൻ ബാധ്യസ്ഥനായ ഒരാളാണ് മന്ത്രി എന്നുള്ളത് കൊണ്ട് മന്ത്രി. അപ്പൊ അദ്ദേഹം പറയുന്നതിന് കേട്ടില്ലേ, ഗൺമാനോടൊപ്പമാണ് അവിടെ പോയിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി അജിം സാർ നമ്മൾ ശ്രദ്ധിക്കണം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസങ്ങൾ ഈ തർക്കങ്ങൾ നിൽക്കുമ്പോൾ എന്നാൽ ഇദ്ദേഹം പറയണ്ടായിരുന്നോ? ഇദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ സത്യസന്ധതയോ മര്യാദയോ ഉണ്ടെങ്കിൽ ഇദ്ദേഹം പറയണ്ടായിരുന്നോ, ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ ഗൺമാൻ കൂട്ടിയാണ് പോയിരിക്കുന്നത്, അതിൻ്റെ അകത്ത് മറ്റൊരു ദുരുദ്ദേശവുമില്ല. അപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ സോണിയാഗാന്ധിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി CPM തയ്യാറെടുക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടിരുന്ന ആള് ഗൺമാനുമൊത്ത് എവിടെയാണ് പോയത്? തന്ത്രിയുടെ വീട്ടിലാണ് പോയത്, അല്ലെങ്കിൽ തന്ത്രിയുടെ ആസ്ഥാനത്താണ് പോയത്. ആ കാര്യം ഇപ്പോഴാണ് ഇദ്ദേഹം എന്താ പറഞ്ഞേ, SIT-യുടെ അന്വേഷണം ഇത് പടിപടിയായി പോയി ഇനി അങ്ങോട്ട് പോകുന്നു, ED വന്നിരിക്കുന്നു, ചിലപ്പോൾ തൻ്റെ വീട്ടിലും കൂടെ റെയ്ഡ് ഉണ്ടാകും എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ എത്ര നിർദോഷമായ രീതിയിലാണ് മുൻ മന്ത്രി പ്രതികരണവുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഇവിടെ തന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണോ അതിനേക്കാൾ 10 മടങ്ങ് ഉത്തരവാദിത്വമുള്ള മന്ത്രി നിൽക്കുന്നു. ആ മന്ത്രി അടൂർ പ്രകാശ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയൊരാൾ പ്രയാർ ഗോപാലകൃഷ്ണൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അജയ് തറയിൽ പോയിട്ടുണ്ട്, പണ്ട് രാമൻ നായർ പോയിട്ടുണ്ട് എന്ന കഥ പറഞ്ഞുകൊണ്ട് മന്ത്രിയുടെ ഉത്തരവാദിത്വം ഒഴിവാകാൻ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായ ആ ഡേറ്റിൽ ശബരിമല കയറിയ ആളല്ലല്ലോ ഈ പോറ്റി അതിനു മുമ്പ് കയറിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ പോറ്റി അവിടെയുണ്ട്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം അധ്യക്ഷനായിരിക്കെ അവിടെ കയറിയ ആൾ കടകംപള്ളിയുടെ സ്വാധീനത്താലാണ് ഈ ശബരിമലയിൽ സ്വാധീനം വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്നത് എത്രമാത്രം ലോജിക്കലാണ്? അല്ല അജിം സർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് 2019 ശേഷമാണ് സ്വർണ്ണക്കൊള്ള നടന്നത്. അവിടെ സ്വർണ്ണക്കൊള്ള നടന്നില്ല എങ്കിൽ പോറ്റി ഇപ്പോഴും അതിൽ നടന്നോട്ടെ, ആർക്കും വിരോധമില്ലല്ലോ. അവിടുത്തെ പ്രശ്നം എപ്പോഴാണ് വന്നത്? 2019 സ്വർണ്ണക്കൊള്ള എന്നാണ് നടക്കുന്നത്? 2019 ശേഷമാണ് നടക്കുന്നത്, 2019 നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആരാണ് ഉത്തരവാദി? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഉണ്ടായിരിക്കാം, ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം പോറ്റി വളരെ വളഞ്ഞ വിത്താണ്. ഈ അധികാരത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ സ്വാധീനിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചില ചെപ്പടി വിധികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? എന്നാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്? ആ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ആരൊക്കെയാണ് ഉത്തരവാദികൾ? ആ ഉത്തരവാദികളായ ആളുകൾ, അവിടെ ലോജിക്കിന്റെ പ്രശ്നമില്ല. അവിടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിക്കും ആ ദേവസ്വം ബോർഡിനുമാണ്, ആ ദേവസ്വം ബോർഡിലെ അംഗങ്ങളുമാണ്. അതല്ലാതെ പണ്ട് പോറ്റി അവിടെ വന്നപ്പോൾ ഇന്നയാൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു, മെമ്പറായിരുന്നു, ഞങ്ങൾ അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ വളരെ കൃത്യമായ ഒരു കാര്യം, സ്വർണ്ണക്കൊള്ള എന്നാണ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ക്രമക്കേട് എന്നാണ് നടന്നിരിക്കുന്നത്. അതിനുശേഷമുള്ള ആളുകൾ, അല്ലെങ്കിൽ അന്ന് വരെയുള്ള ആ ദിവസം മുതലുള്ള ആളുകൾ, അവരാണ് ഇതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. അതിന്റെ പേരിൽ അടൂർ പ്രകാശിനെ സന്ദർശിക്കുന്നു, ഇല്ലെങ്കിൽ അടൂർ പ്രകാശ് വീട്ടിൽ പോയിട്ടുണ്ട്, അടൂർ പ്രകാശ് ബന്ധമുള്ള ആളാണ് എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. ഇപ്പം നടത്തുന്ന അവകാശവാദങ്ങൾ അത് കേസിനെ അതിനെ വഴിതിരിച്ചുവിടാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും, അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതൽ ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിക്കുന്നത്.